അടിപൊളി പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിപ്പോൾ ലൈവിൽ കണ്ട പോലെ തന്നെ അനീഷ് ക്യാപ്റ്റൻസി ടാസ്കിലെ സംഭവം, അനീഷാണ് ക്യാപ്റ്റൻ ആയത്. അപ്പോൾ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ അനീഷിന്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും രേണുവിന്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും അത് അങ്ങനെ കുറച്ച് സംഭവങ്ങളായിട്ട് ഉള്ള പ്രൊമോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ അനീഷ് പറയുന്ന ചാരികയുടെ ആ ഒരു ടോപ്പിക് തന്നെയാണ്. ആളുകളെ പറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത് പോലും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ചാനലിനെ റെപ്രസെന്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആങ്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹോട്ട് സീറ്റ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയും അത് പുറത്തേക്ക് വിട്ടിട്ട് ഇത് ലൈക്ക് ഇതിങ്ങനെ ഒരു പ്രാങ്ക് ആണ് അല്ലെങ്കിൽ ഇത് ഒരു പ്ലാൻഡ് ആണെന്നുള്ള സംഭവം ആ ഒരു ത്രെഡ് മാത്രം പുറത്തേക്ക് വിടാതെ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് നടന്നാന്നുള്ള രീതിയിൽ ആളുകളിലോട്ട് അയച്ചു വിടുകയും അങ്ങനെ ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഈ ശാരിക എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഔട്ട്. അതിപ്പം കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ലൈക്ക് കുറച്ച് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഈവൻ എഡിറ്റഡ് ആണ് അല്ലെങ്കിൽ പ്ലാൻഡ് ആണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി പറഞ്ഞിട്ടാണ്. ഒരു നോർമൽ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരു റെസ്പെക്ട് ഇല്ലാതെ അല്ലെങ്കിൽ അത്രയും ഇൻഡീപ്പ് ഒരു വ്യക്തിയുടെ ചോദ്യങ്ങളോട്ട് ഇറങ്ങി പുറപ്പെട്ട് അയാളെ കളിയാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അയാളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പുറത്തുള്ള ഗസ്റ്റ് അതിന് വളരെ പേഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ അതേ ടിക് ഫോർ ടാക്ക് എന്നുള്ള രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ന്യൂട്രലായിട്ട് മനസ്സിലാക്കേണ്ട നോർമൽ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ടോപ്പിക് മേ ബി ചാനലിനോ അല്ലെങ്കിൽ ശാരിക പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ഒരു ആങ്കറിംഗ് ജോബിൽ അല്ലെങ്കിൽ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ള രീതിയിൽ ഇതറിയാതെ കണ്ടിരുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് ഈ വ്യക്തി എന്ന് പറയുന്നത് ആളുകളെ പറ്റിച്ച് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഷോ നടത്തുന്ന വ്യക്തിയാന്നുള്ള രീതിയിൽ ഒരു ഔട്ട് വരാനുള്ള ചാൻസസ് ഇസ് ടു ഹൈ. പക്ഷെ ഈവൻ പ്രൊമോയിലാണെങ്കിൽ പോലും ബിഗ് ബോസും ആ ഒരു ത്രെഡ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് ആ ഒരു പ്രൊമോയിൽ ആളുകളെ പറ്റിക്കരുത് എന്നുള്ളത് അനീഷ് ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ച സംഭവത്തോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ പ്രൊമോ വന്നിരിക്കുന്നത്. ആ ഒരു പ്രൊമോ ലൈക്ക് ഈ പറഞ്ഞ മാതിരി ലൈവും ഇതൊന്നും കാണാതെ നോർമൽ ജനങ്ങൾ എന്ന് ഞാൻ പറയാൻ കാരണം ലൈവായിട്ടോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ ത്രൂ ഒന്നും കാണാതെ ടി വിയിലൂടെ മാത്രം കാണുന്ന ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ശാരികയ്ക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.